ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വൺ അനദർ ക്ലാസ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസ് ക്ലാസ് 10 ഒന്നാമത്തെ യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വന്നിട്ട് ഒരു സ്പീച്ചാണ്. നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നുള്ള ഡ്രാമയിൽ മൂന്നാമത്തെ ആക്ടിൽ രണ്ടാമത്തെ സീനിൽ മാർക്ക് ആൻ്റണി ജൂലിയസ് സീസറിൻ്റെ ആ ഒരു അസാസിനേഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൻ്റെ ടൈമിൽ അവിടെ കൂടിയിരിക്കുന്ന ക്രൗഡിനെ അഡ്രസ്സ് ചെയ്ത് നടത്തുന്ന ഒരു സ്പീച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീച്ചിൻ്റെ പ്രധാന മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടേൺ ദ മൈൻഡ്സ് ഓഫ് ദ ക്രൗഡ് എഗെയിൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ സീസറിനെ അസാസിനേറ്റ് ചെയ്ത ആ ഗൂഢാലോചകരുടെ എതിരായിട്ട് ജനങ്ങളുടെ ആ ഒരു വികാരം കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്: ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. എന്ന് വെച്ചാൽ അവിടെ കൂടിയിരിക്കുന്ന ക്രൗഡിനെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സ് റോമക്കാരെ, അതുപോലെ തന്നെയാണ് കൺട്രിമെൻ. കൺട്രിമെൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മൈ ഫെലോ സിറ്റിസൺസ്, എൻ്റെ സഹയാത്രികരായിട്ടുള്ള ഈ നാട്ടിലെ ആൾക്കാരെ. അപ്പോൾ അവിടെ ആ ഒരു ഫ്രണ്ട്സ് എന്നും റോമൻസ് എന്നും മൈ കൺട്രിമെൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പേഴ്സണൽ കണക്ഷൻ അവരോട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാനിവിടെ ആയിരിക്കുന്നത് സീസറിൻ്റെ ഫ്യൂണറൽ ടൈമിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ എന്താണ് അദ്ദേഹത്തെ പ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫേവറായിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദം. അടുത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തിന്മകൾ അയാളുടെ മരണാനന്തരം ഇവിടെ ഉണ്ടാകും. ഈവിൾ മീൻസ് ദ ബാഡ് തിങ്സ്. അദ്ദേഹം ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ മരണാനന്തരവും ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. ഇവിടെ ഓഫ്റ്റ് എന്നുള്ളത് ഓഫൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്, ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ്. അത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ ഗുഡ് ഈസ് ഓൾവേസ് ഇൻഡേർഡ്. ഇൻഡേർഡ് എന്ന് വെച്ചാൽ ബറീഡ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ബോൺസിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിയോടൊപ്പം, നമ്മുടെ ആ ഒരു മരിച്ച ശരീരത്തോടൊപ്പം ഭൂമിയിൽ കുഴിച്ചിടപ്പെടുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ കേസ് ഓഫ് സീസർ ടു. ദ നോബിൾ ബ്രൂട്ടസ് ഹാവ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അസാസിനേറ്റേഴ്സിനെ പറ്റി പറയുകയാണ്. അദ്ദേഹത്തിനെ കൊല ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസിനെ അവിടെ മെൻഷൻ ചെയ്യുകയാണ്. നമ്മുടെ വളരെ നോബിളായിട്ടുള്ള, നോബിൾ മീൻസ് ഗ്രേറ്റ്, ശ്രേഷ്ഠനായ, വളരെ ആദരണീയനായ ബ്രൂട്ടസ് പറയുകയുണ്ടായി സീസർ വാസ് അംബീഷ്യസ്. അംബീഷ്യസ് മീൻസ് ഗ്രീഡി. വളരെ അദ്ദേഹം ഒരു ദുരാഗ്രഹിയായിരുന്നുവെന്ന് സീസർ ദുരാഗ്രഹിയായിരുന്നു എന്നുള്ളത് ബ്രൂട്ടസ് പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് വെയർ സോ ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്. ഇഫ് എങ്കിൽ, ഒരു പക്ഷേ സീസർ ദുരാഗ്രഹി ആയിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്. ഗ്രീവസ് മീൻസ് വളരെ സീരിയസ് ആയ. അദ്ദേഹം ദുരാഗ്രഹി ആയിരുന്നുവെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു ഫോൾട്ട്, പിഴവ് തന്നെയാണ്, ഒരു തെറ്റ് തന്നെയാണ്. ആൻഡ് ഗ്രീവസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്. ഹാത്ത് ഈസ് ഓൾസോ ആൻ ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ്. ഹാത്ത് എന്ന് വെച്ചാൽ ഹാസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുതരമായിട്ടുള്ള ഫോൾട്ടിന് അദ്ദേഹം ഇന്ന് ആൻസർ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അതിനുള്ള പേയ്മെൻറ്റ് നടത്തി വിത്ത് ഹിസ് ലൈഫ്. ഒരു പക്ഷേ സീസർ അംബീഷ്യസ് ആയിരുന്നുവെങ്കിൽ ആ കാരണത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, സോ ആർ ദേ ഓൾ ഓണറബിൾ മെൻ. അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് താൻ ഇവിടെ ആയിരിക്കുന്നത്, മാർക്ക് ആൻ്റണി പറയുകയാണ്, താൻ ഇവിടെ ആയിരിക്കുന്നത് ബ്രൂട്ടസിൻ്റെ അനുവാദത്തോടെയാണ്. ബ്രൂട്ടസിൻ്റെയും അതുപോലെ തന്നെ ദ റെസ്റ്റ് ഓഫ് അതേഴ്സ്. റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവരെയാണ്, അതായത് മറ്റുള്ള കോൺസ്പിറേറ്റേഴ്സ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ബ്രൂട്ടസിൻ്റെയും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്ത്, അദ്ദേഹത്തെ മർഡർ ചെയ്ത മറ്റുള്ളവരുടെ അനുവാദത്തോടെയാണ് ഞാനിവിടെ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ, ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അടുത്ത് പറയുകയാണ്, ഞാൻ ഇന്ന് സീസറിൻ്റെ ഈ ഒരു ഫ്യൂണറൽ വേളയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇനി സീസറിനെ പറ്റി പറയുകയാണ്, ഹി വാസ് മൈ ഫ്രണ്ട്. അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷേ എനിക്കറിയാവുന്നുള്ള സീസർ, ഹി വാസ് മൈ ഫ്രണ്ട്,
ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ഫെയ്ത്ത്ഫുൾ മീൻസ് ലോയൽ, എനിക്ക് വളരെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഹി വാസ് ജസ്റ്റ് ടു മീ. ജസ്റ്റ് മീൻസ് ന്യായസ്ഥനായിരുന്നു. ഹി വാസ് ഡൂയിങ് ജസ്റ്റിസ് ടു എവ്രി വൺ, എനിക്കറിയാവുന്ന സീസർ. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. പക്ഷേ ബ്രൂട്ടസ് പറയുകയുണ്ടായി അദ്ദേഹം ഗ്രീഡിയാണ്, അംബിഷ്യസ് ആണ്, ദുരാഗ്രഹിയാണ്. ഇതെല്ലാം പറഞ്ഞ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് മാർക്ക് ആൻ്റണി ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മനസ്സിലൊരു ചിന്ത കൊണ്ടുവരണം, ബ്രൂട്ടസ് ശരിക്കും ഓണറബിൾ ആണോ. ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിയർ മാർക്ക് ആൻ്റണി പോയിന്റ്സ് ഔട്ട് സർട്ടൻ തിങ്സ് ടു പ്രൂവ് ദാറ്റ് സീസർ വാസ് നോട്ട് അംബീഷ്യസ്. സീസർ ഒരു കാരണവശാലും ദുരാഗ്രഹി ആയിരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകർത്താവായിരുന്നു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യണം. ഫസ്റ്റ് പറയുകയാണ് ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ യുദ്ധത്തിന് പോയി തടവിലാക്കപ്പെടുന്ന റോമൻ പട്ടാളക്കാരെ ഫ്രം ദ കോഫേഴ്സ്. കോഫേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന പബ്ലിക് ട്രഷറിയാണ്. അതായത് രാജാവിൻ്റെ അല്ലെങ്കിൽ എന്താണ് പൊതു ജനതയുടെ ആ ഒരു ഖജനാവിൽ നിന്നുള്ള കാശ് കൊടുത്തിട്ടാണ് ഈ തടവിലാക്കപ്പെട്ട പ്രിസണേഴ്സിന് അദ്ദേഹം മടക്കി കൊണ്ടുവന്നത്. ഒരിക്കലും ജനങ്ങളെ ഇഷ്ടപ്പെടാത്തൊരു ചക്രവർത്തിയാണെങ്കിൽ അത് ചെയ്യുകയില്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകർത്താവാണ് സീസർ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇറ്റ് ഷോസ് ദാറ്റ് ഹി വാസ് നോട്ട് അംബീഷ്യസ്. ഓക്കെ, captives means prisoners. He has brought back Roman soldiers to their own country by giving ransom from the royal treasury. Did this in Caesar seem ambitious? അദ്ദേഹം അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു പ്രവൃത്തി സീസറിനെ ദുരാഗ്രഹിയായിട്ട് ചിത്രീകരിക്കാൻ കഴിയുന്നതാണോ? When that the poor have tried, Caesar have wept. അടുത്ത് പറയുകയാണ്, പാവപ്പെട്ട ആൾക്കാർ എപ്പോഴാണോ കരഞ്ഞത് സീസർ അവരോടൊപ്പം ചേർന്ന് പൊട്ടിക്കരയുകയുണ്ടായി. Ambition should be made of sterner stuff. Sterner means something which is very rough and hard. അപ്പോൾ ഒരുപക്ഷെ സീസർ ദുരാഗ്രഹിയാണെന്ന് പറയണമെങ്കിൽ ദുരാഗ്രഹം എന്നുള്ളതെന്നാണ് ഇതിനേക്കാളും മറ്റ് സ്റ്റേണർ സ്റ്റഫ്, വളരെ ഗുരുതരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും സീസർ അങ്ങനെയുള്ളൊരു കഠിന ഹൃദയൻ അല്ല. Yet Brutus says he was ambitious. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബ്രൂട്ടസ് പറയുകയുണ്ടായി സീസർ അംബീഷ്യസ് ആണ്, ദുരാഗ്രഹിയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലൂപ്പർക്കൽ I thrice presented him a kingly crown, which he did thrice refuse. Lupercal means a Roman festival. അവരുടെ ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് വെച്ച് 3 തവണ ഞാൻ, മാർക്ക് ആൻ്റണി ആകുന്ന ഞാൻ, അദ്ദേഹത്തിന് കിരീടം സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ 3 തവണയും ജൂലിയസ് സീസർ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതൊരു ദുരാഗ്രഹിയായിട്ടുള്ള ഭരണകർത്താവിൻ്റെ അടയാളമാണോ? ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു സീസറിനെയാണ് ബ്രൂട്ടസ് പറയുന്നത് ഹി വാസ് അംബീഷ്യസ്, ദുരാഗ്രഹിയായിരുന്നു എന്ന്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, ശരിക്കും സീസർ അംബീഷ്യസ് ആയിരുന്നു. ഐ സ്പീക്ക് നോട്ട് ടു ഡിസപ്രൂവ് ദാറ്റ് ബ്രൂട്ടസ് സ്പോക്ക്. അടുത്തടുത്ത് പറയുകയാണ്, ഞാൻ ഈ സംസാരിക്കുന്നത് നോട്ട് ടു ഡിസപ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. എനിക്ക് തൊട്ട് മുൻപായിട്ട് സീസറിനെ പറ്റി ബ്രൂട്ടസ് പറഞ്ഞ മോശമായ കാര്യങ്ങളെ ഡിസപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഡിസപ്രൂവ് മീൻസ് ഡിസഗ്രി, അദ്ദേഹത്തോടൊപ്പം ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. എനിക്കറിയാവുന്ന സത്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ ജനവും അദ്ദേഹത്തെ ഒരിക്കൽ ഇഷ്ടപ്പെട്ടവരാണ്. വിത്തൗട്ട് എനി കോസ്, ഒരു കാരണം കൂടാതെ നിങ്ങളുടെ ഭരണകർത്താവായിട്ട് നിങ്ങൾ സ്വീകരിച്ച അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ദെൻ ടു മോൺ ഫോർ ഹിം. ജനങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണത്തിൽ മോൺ ചെയ്യുന്നതിൽ നിന്ന് എന്ത് കാരണത്താലാണ് വിത്ത്ഹോൾഡ് ചെയ്യപ്പെടുന്നത്? മോൺ മീൻസ് വിലപിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം, മരണത്തിൽ നിങ്ങളെ വിലപിക്കുന്നതിൽ നിന്ന് എന്ത് കാരണമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം നിങ്ങളുടെ സ്വന്തം ദുഃഖമായിട്ട് എടുക്കാൻ കഴിയാതിരിക്കുന്നത്? വിത്ത്ഹോൾഡ് മീൻസ് പ്രിവെൻറ്റ്. എന്ത് കാരണത്താലാണ് നിങ്ങളുടെ ആ ഒരു വിലാപം തടയപ്പെടുന്നത്? ഓ ജഡ്ജ്മെൻറ്റ് ദൗ ആർട്ട് ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ് ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ ബെയർ വിത്ത് മീ.
ഇവിടെ പറയുന്നത് ഓ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി ന്യായം എന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആ ഒരു വിസ്ഡം ആൻഡ് കൺസെൻസ്, അവരുടെ ഒരു ജ്ഞാനവും മനസ്സാക്ഷിയും ഇന്ന് മാറപ്പെട്ടിരിക്കുന്നു. മറിച്ച് അവരുടെ ഉള്ളിലായിരിക്കുന്നത് ബ്രൂട്ടിഷ് ബീസ്റ്റാണ്. വളരെ ക്രൂരമായിട്ടുള്ള ഹൃദയങ്ങളാണ് ഈ പറഞ്ഞ ജനങ്ങൾക്കുള്ളത് എന്ന് സീസറിൻ്റെ മരണത്തിൽ ആ സംസാരിക്കുന്ന സമയത്ത് മാർക്ക് ആന്റണി പറയുകയാണ്. മെൻ ലോസ് ദിയർ റീസൺ, ബെയർ വിത്ത് മീ. മനുഷ്യർക്ക്, ഇവിടെ ആയിരിക്കുന്ന ജനങ്ങൾക്ക് ചിന്തിക്കേണ്ട കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത് കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് മാർക്ക് ആന്റണി അടുത്ത് പറയുന്നതാണ്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. ഇത് വളരെ ഒരു എക്സാജറേഷൻ ആയിട്ടുള്ള, അതിശയോക്തി ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അദ്ദേഹം പറയുകയാണ്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ വിത്ത് സീസർ. എന്തായാലും ഞാൻ അതീവ ദുഃഖിതനാണ്. എൻ്റെ ഹൃദയം സീസറിനോടൊപ്പം ആ കോഫിനിൽ ആയിരിക്കുകയാണ്. എൻ്റെ ഹൃദയം എന്നോടൊപ്പമില്ല, അത് ആ ശവക്കല്ലറയ്ക്കകത്ത്, ആ ശവപ്പെട്ടിക്കകത്തായിരിക്കുകയാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. ആ ഹൃദയം എന്നിലേക്ക് മടങ്ങി വരുന്നത് വരെ കുറച്ച് സമയത്തേക്ക് ഞാൻ പോസ് ചെയ്യുകയാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്കുള്ള ആ ഒരു പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങളെല്ലാവരും ആ കോൺസ്പിറേറ്റേഴ്സിനും ബ്രൂട്ടസിനും എതിരായിട്ട് തിരിയുകയും അവർക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കുകയും ഒക്കെയാണ്. ആ രീതിയിലാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു അടുത്ത വീഡിയോ ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.